എഗ്ഗും ഫ്രൂട്ടും അതിനൊരു പ്രത്യേക രീതിയുണ്ട് ഉണ്ണി കഴിക്കണത്. ആ രീതി ഒന്ന് ഞാൻ കാണിച്ചു പറഞ്ഞുതരാം ഞാൻ തന്നെ. പറഞ്ഞുതരാം. അതിനെന്താ വേറെ പ്ലേറ്റ് വേണോ? വേണ്ട വേണ്ട പ്ലേറ്റ് അധികം പ്ലേറ്റ് ഉപയോഗിക്കാറില്ല. വേണ്ട. ഒരു ബാച്ചിലറിന്റെ കൂടെ നിങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ അതെ, അപ്പൊ ചുരുക്കിയ അല്ലേ കൈയിട്ട് കഴിക്കുക. അതെ അപ്പൊ ഇങ്ങനെ മുട്ട എടുക്കും. പിന്നെ ഞാനിങ്ങനെ ഇത് ഓറഞ്ച് വെക്കും. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ. അപ്പൊ പിന്നെ വേറെ സംഭവം ഉണ്ട്. ഇതിപ്പോ ഇങ്ങനെ നമുക്ക് കുറച്ച് ബോർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതർ സാമ്പാർ അല്ലെങ്കിൽ ദാൽ അല്ലെങ്കിൽ പയർ ഏതെങ്കിലും ഒപ്പിക്കും. ഏതെങ്കിലും ഒരു കറി ഒപ്പിച്ച് അതിങ്ങനെ ഫില്ല് ചെയ്തിട്ട്. ഈ ഒപ്പിക്കാന്ന് ഉണ്ണി കുക്ക് ചെയ്തിട്ടാണോ? കുക്കിംഗ് ഒന്നുമില്ല, അത് വേറെ ആരെങ്കിലും ചെയ്ത് തന്നെ. ആരെങ്കിലൊക്കെ എവിടെന്നൊക്കെ ഒപ്പിക്കും ഞാൻ. അപ്പൊ എന്റെ കൂടെ ട്രെയിൻ ചെയ്യുന്ന അവരുടെ അമ്മമാരോട് പറയും ആന്റി എനിക്ക് ഉണ്ടാക്കി. അപ്പൊ അവരെ അങ്ങനെ ഇതാക്കി വെച്ചിട്ട് അവരുടെ മോന്റെ പ്രായമുള്ളൂ. ഇതിങ്ങനെ ഇങ്ങനെ സാൻഡ്വിച്ച് റെഡിയാക്കി വെക്കും. എന്നിട്ട് ഒറ്റ കഴിപ്പ്. അപ്പം പെപ്പറോ ഉപ്പോ ഒന്നും വേണ്ട. കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. എഗ്ഗും ഫ്രൂട്ടും അതിനൊരു പ്രത്യേക രീതിയുണ്ട് ഉണ്ണി കഴിക്കണത്. ആ രീതി ഒന്ന് കാണിച്ചു തന്നെ. അതിനെന്താ വേറെ പ്ലേറ്റ് വേണോ? വേണ്ട വേണ്ട പ്ലേറ്റ് അധികം പ്ലേറ്റ് ഉപയോഗിക്കാറില്ല. ഒരു ബാച്ചിലറിന്റെ കൂടെ നിങ്ങൾ ഇരിക്കുന്നത്. അതെ, അപ്പൊ അല്ലേ കൈയിട്ട് കഴിക്കുക. അപ്പൊ ഇങ്ങനെ മുട്ട എടുക്കും. പിന്നെ ഞാനിങ്ങനെ ഇത് ഓറഞ്ച് വെക്കും. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ. അപ്പൊ പിന്നെ വേറെ സംഭവം ഉണ്ട്. ഇതിപ്പോ ഇങ്ങനെ നമുക്ക് കുറച്ച് ബോർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതർ സാമ്പാർ അല്ലെങ്കിൽ ദാൽ അല്ലെങ്കിൽ പയർ ഏതെങ്കിലും ഒപ്പിക്കും. ഏതെങ്കിലും ഒരു കറി ഒപ്പിച്ച് അതിങ്ങനെ ഫില്ല് ചെയ്തിട്ട്. ഈ ഒപ്പിക്കാന്ന് ഉണ്ണി കുക്ക് ചെയ്തിട്ടാണോ? കുക്കിംഗ് ഒന്നുമില്ല, അത് വേറെ ആരെങ്കിലും ചെയ്ത് തന്നെ. ആരെങ്കിലൊക്കെ എവിടെന്നൊക്കെ ഒപ്പിക്കും ഞാൻ. അപ്പൊ എന്റെ കൂടെ ട്രെയിൻ ചെയ്യുന്ന അവരുടെ അമ്മമാരോട് പറയും ആന്റി എനിക്ക് ഉണ്ടാക്കി. അപ്പൊ അവരെ അങ്ങനെ ഇതാക്കി വെച്ചിട്ട് അവരുടെ മോന്റെ പ്രായമുള്ളൂ. ഇതിങ്ങനെ ഇങ്ങനെ സാൻഡ്വിച്ച് റെഡിയാക്കി വെക്കും. എന്നിട്ട് ഒറ്റ കഴിപ്പ്. അപ്പം പെപ്പറോ ഉപ്പോ ഒന്നും വേണ്ട. കഴിച്ചിട്ട് പറഞ്ഞാൽ മതി.